അന്വേഷിപ്പിൻ കണ്ടെത്തും. ഡാർവിൻ കുര്യാക്കോസിന്റെ ഡയറക്ഷനിൽ ടൊവിനോ തോമസ് നായകനായി ഫെബ്രുവരി റിലീസായി എത്തിയ ചിത്രം. നല്ല ചിത്രമായിരുന്നിട്ടും നല്ല പ്രേക്ഷക പ്രതികരണം കിട്ടിയിട്ടും ചിത്രം ഹിറ്റ് സ്റ്റാറ്റസിലെത്തിയെങ്കിലും ഒപ്പമിറങ്ങിയത് പ്രേമലുവിൻ്റെയും ബ്രഹ്മയുഗത്തിൻ്റെയും മഞ്ഞുമൽ ബോയ്സിൻ്റെയും എല്ലാം സമയത്തല്ലായിരുന്നു എങ്കിൽ ഇനിയും ഈ ചിത്രം ഒരുപാട് പ്രേക്ഷകരിലേക്ക് പോയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. വളരെ വ്യത്യസ്തമായൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, വലിയ ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ സ്ലോ ആൻഡ് എൻഗേജിംഗ് ആയി പറഞ്ഞു പോകുന്ന ഒന്നല്ല 2 ക്രൈം സ്റ്റോറികൾ. സിനിമ കാണാത്തവർ ഇത് സ്പോയിലർ ആവും എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല. അതുപോലെ തന്നെ കഥയിലെ പ്രധാന ട്വിസ്റ്റുകളൊന്നും ഇവിടെ പറയുന്നുമില്ല. എസ്.ഐ. ആനന്ദിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 3 കോൺസ്റ്റബിൾമാരുടെയും 2 കൊലപാതകങ്ങൾ തെളിയിച്ച കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. കഥ പറഞ്ഞു തുടങ്ങുന്നത് കോട്ടയത്ത് വെച്ചാണ്. അവിടെ ആനന്ദ് എസ്.ഐ. ആയിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം ലൗലി എന്ന പെൺകുട്ടിയെ കാണാനില്ല എന്ന പരാതി ലഭിക്കുന്നു. എക്സാം ഹാൾ ടിക്കറ്റ് മേടിക്കാൻ പോയതാണെന്നും ഇതുവരെ വീട്ടിലേക്ക് മടങ്ങിയിട്ടില്ലെന്നും അച്ഛൻ പറയുന്നു. അങ്ങനെ അന്വേഷണം ആരംഭിക്കുന്നു. എല്ലാ കേസിലെയും പോലെ ആ കുട്ടിയെ ശല്യം ചെയ്ത പൂവാലന്മാരിൽ തുടങ്ങി മീൻ കച്ചവടക്കാരെയും സംശയമുള്ളവരെയുമെല്ലാം ചോദ്യം ചെയ്യുന്നു. കാണാതായ കുട്ടിയുടെ വീട്ടിലും അന്വേഷിക്കുന്നു. അന്വേഷണം നടത്തുന്നതിനിടയ്ക്ക് കാണാതായ ലൗലിയുടെ മുറിയിൽ ഒരുപാട് യേശുവിൻ്റെയും മാതാവിൻ്റെയും ഫോട്ടോ കാണുന്നു. കുഞ്ഞുനാൾ മുതലേ കടുത്ത ദൈവവിശ്വാസിയായിരുന്നുവെന്ന് അച്ഛൻ പറയുകയും ചെയ്യുന്നു. ലൗലിക്ക് ഒരു ചേച്ചിയും അനുജത്തിയുമുണ്ട്. അവരോട് അന്വേഷിച്ചപ്പോൾ ഹാൾ ടിക്കറ്റ് മേടിച്ച് ചർച്ചിൽ പോയി ഫാദർ തോമസിനെ കണ്ട് പ്രാർത്ഥിച്ച് വീട്ടിലോട്ട് വരൂ എന്നും ലൗലി പറഞ്ഞതായും അനുജത്തി പറയുന്നു. എന്നാൽ പള്ളിയിലേക്ക് കയറാനോ അവിടെയുള്ളവരെ ചോദ്യം ചെയ്യാനോ എസ്.ഐ. ആനന്ദിന് കഴിയുന്നില്ല. കാരണം ഹയർ ഓഫീസേഴ്സിൻ്റെ ഇടപെടൽ, പള്ളിയും പള്ളിസഭയും അതിലെ രാഷ്ട്രീയവും ഒരു എസ്.ഐയുടെ നിസ്സഹായത. ഇതിനിടയിൽ അവിടെ അടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ നിന്നും ലൗലിയുടെ ശരീരം ലഭിക്കുന്നു. അതോടൊപ്പം ഒരു മുണ്ടും. ആ മുണ്ടിൻ്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്ത് ആ കേസ് അയാളുടെ തലയിൽ വെച്ച് കൊടുത്ത് കേസ് അവസാനിപ്പിക്കാൻ ഹയർ ഓഫീസേഴ്സ് നോക്കുമ്പോഴും എല്ലാം നോക്കി നിൽക്കാനല്ലാതെ ആനന്ദിന് മറ്റൊന്നിനും കഴിയുന്നില്ല. എന്നാൽ അന്നു രാത്രി ലൗലിയുടെ അച്ഛൻ ആനന്ദിനെ കാണാൻ വരികയും ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ആൾ ഒരു കാരണവശാലും ലൗലിയെ കൊലപ്പെടുത്തുകയില്ല എന്ന് തീർത്തും പറയുന്നു. ലൗലിയുടെ അച്ഛൻ്റെ കൂടെ വന്നയാൾ ലൗലിയെ കാണാതായ ദിവസം ആ ചർച്ചിൻ്റെ മുൻപിൽ വെച്ച് കണ്ടു എന്നും പറയുന്നു. അങ്ങനെ ആ ചർച്ചിൽ കയറാൻ തീരുമാനിച്ച ആനന്ദ് അന്ന് രാത്രി അവിടെ ഒരു കൃത്രിമ മോഷണം നടത്താൻ ഒരു കള്ളനെ ഏർപ്പാടാക്കുകയും അതിൻ്റെ തെളിവെടുപ്പ് എന്ന പേരിൽ ആ മഠത്തിൽ കയറി സെർച്ച് നടത്തുന്നു. അവിടെ നിന്ന് പൊട്ടിയ വളയും മുടിയുമെല്ലാം സാമ്പിളായി ലഭിക്കുന്നു. തുടർന്ന് അന്വേഷണത്തിൽ ആ പള്ളിയിൽ നിന്നും കൊലയാളിയെ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസം ആനന്ദും കൂടെ 3 പോലീസുകാരും പ്രതിയുമായി കോടതിയിലേക്ക് പോകുന്നു. എന്നാൽ കോടതിയിൽ വെച്ച് പ്രതി രക്ഷപ്പെട്ടു ഓടുന്നു. പിന്നാലെ പോയ ആനന്ദിനും കോൺസ്റ്റബിൾമാർക്കും പ്രതിയെ പിടിക്കാൻ കഴിയുന്നില്ല. അവൻ റെയിൽവേ ക്രോസിംഗിൽ ട്രെയിൻ ഇടിച്ച് മരിക്കുന്നു. അങ്ങനെ ജോലിയിലെ അനാസ്ഥ എന്ന് പറഞ്ഞ് ആനന്ദിനും കൂടെയുള്ളവർക്കും സസ്പെൻഷൻ ലഭിക്കുന്നു. അങ്ങനെ സസ്പെൻഷൻ ലഭിച്ച് ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ആനന്ദിനും കൂടെയുള്ള കോൺസ്റ്റബിൾസിനും മറ്റൊരു ക്രൈം ഫയൽ SP നൽകുന്നു. തൽക്കാലം സ്റ്റേഷൻ ഡ്യൂട്ടി തരാൻ പറ്റില്ല എന്നും 6 വർഷമായി തെളിയാത്ത ഒരു കേസാണ് ഇത് എന്നും ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്നും ഇത് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങളുടെ പേരിലുള്ള ഈ ചീത്തപ്പേരെല്ലാം മാറുമെന്നും SP പറയുകയും അങ്ങനെ ആനന്ദും ബാക്കി 3 പേരും ആ കേസ് അന്വേഷിക്കാൻ പോകുന്നു. ആ കേസാണ് ശ്രീദേവി മർഡർ കേസ്. ഈ കേസ് അന്വേഷണത്തിൻ്റെ പേരിൽ പോലീസുകാർ ആ നാട്ടുകാരെ ഒരുപാട് പീഡിപ്പിച്ചതുകൊണ്ട് ഈ അന്വേഷണത്തിലും നാട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് നല്ല സ്വീകരണമായിരുന്നില്ല ആനന്ദനും കൂട്ടർക്കും അവിടെ ലഭിച്ചത്. അവിടെ ഇവരെ സഹായിക്കാൻ രവീന്ദ്രൻ നായർ എന്ന റിട്ടയർഡ് കോൺസ്റ്റബിൾ എന്ന ഒരാൾ ഉണ്ടായിരുന്നു. ശ്രീദേവിയെക്കുറിച്ചും ശ്രീദേവിയുടെ അമ്മയെക്കുറിച്ചും കേസിനെക്കുറിച്ചുമെല്ലാം ഇവർക്ക് രവീന്ദ്രൻ നായർ പറഞ്ഞു കൊടുത്തു. തൻ്റെ കാമുകനുമായി ഈ നാട്ടിൽ നിന്നും പോവുകയാണെന്നും കത്തെഴുതി വെച്ച് രാത്രി വീട് വിട്ടിറങ്ങിയ ശ്രീദേവി എന്നാൽ പിറ്റേ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. പോലീസ് വന്ന് അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും ലഭിക്കുന്നില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്രീദേവി ഗർഭിണിയായിരുന്നു എന്നും അറിയുന്നു. എങ്കിലും ശ്രീദേവിയുടെ കാമുകനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പിന്നീട് ക്രൈംബ്രാഞ്ച് വന്ന് അന്വേഷിച്ചുവെങ്കിലും കേസ് എവിടെയും എത്തിയില്ല. അങ്ങനെ ആനന്ദം കൂട്ടരും ശ്രീദേവിയുടെ വീട്ടിൽ പോയി അന്വേഷിക്കുന്നു. അപ്പോൾ അവിടെ പഴയ നോവലുകൾ കാണുകയും അതിനിടയിൽ നിന്ന് ഒരു കത്ത് ലഭിക്കുകയും ചെയ്യുന്നു. അത് ശ്രീദേവിയുടെ കൂട്ടുകാരി ബോംബെയിൽ നിന്ന് അയച്ചതാണെന്നും അവർ ഇപ്പോൾ നാട്ടിലുണ്ടെന്നും അറിയുന്നു. അവരോട് പോയി അന്വേഷിക്കുമ്പോൾ അവിടെ നിന്നും ഒരു ലീഡ് ലഭിക്കുന്നു. ആ ലീഡ് പിടിച്ച് മറ്റൊരു ലീഡ്, അതിൽ നിന്ന് മറ്റൊന്ന്. അങ്ങനെ അവർ കേസ് കണ്ടുപിടിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്ന സ്ഥലത്ത് ആ നാട്ടിലെ കുറച്ചുപേരെ വിളിച്ചു വരുത്തുന്നു. അവിടെ വെച്ച് ഇവർ തയ്യാറാക്കിയ റിപ്പോർട്ടും റെക്കോർഡിങ്ങുമെല്ലാം നിരത്തി പ്രതിയെ ചൂണ്ടിക്കാണിക്കുന്നു. തൊട്ടു പിന്നാലെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഗംഭീര ട്വിസ്റ്റും.
അങ്ങനെ ഈ കേസ് അവസാനിപ്പിച്ച് ആനന്ദും കൂടെയുള്ള കോൺസ്റ്റബിൾസും അടുത്ത കേസിൻ്റെ അന്വേഷണത്തിലേക്കായി യാത്ര തുടരുന്നു. ടൊവിനോ തോമസിൻ്റെ മാത്രമല്ല, ഇതിൽ അഭിനയിച്ച എല്ലാവരും അവരവരുടെ റോൾ വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രത്തെയും ഇതിനെ പുകഴ്ത്തിയും ഒരുപാട് പോസ്റ്റുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും പറയുന്നു, ഈ സിനിമയിലെ പ്രധാന ട്വിസ്റ്റുകളൊന്നും നമ്മൾ ഇവിടെ റിവീൽ ചെയ്തിട്ടില്ല. സോ ഇത് നിങ്ങളുടെ സിനിമ ആസ്വാദനത്തെ ബാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. സിനിമ ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.